ഹായ് നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ആയുർവേദ ഹോസ്പിറ്റലിൽ ഒന്നായിട്ടുള്ള എദിനി ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. നിരവധി സ്പെഷ്യാലിറ്റികളോട് കൂടി അടങ്ങിയിട്ടുള്ള ഈ ഹോസ്പിറ്റലിലെ റിസൾട്ടുകളും വളരെ വലുതാണ്. നമുക്ക് അകത്തേക്ക് കയറി ഇതെല്ലാം തന്നെ ഒന്ന് നേരിട്ട് തന്നെ കാണാം. വരും. നമ്മുടെ ഈ പുഴയോടടുത്തിട്ടുള്ള ഒരു വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ എദിനി ആയുർവേദ ഹോസ്പിറ്റൽ സ്ഥിതി കൊള്ളുന്നത്. നമുക്ക് ഇനിയും വീണ്ടും അകത്തേക്ക് ചെല്ലാം. ഇവിടുത്തെ സ്പെഷ്യാലിറ്റികൾ, അതോടൊപ്പം തന്നെ ഇവിടെ ഡോക്ടർമാരുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇവിടുത്തെ ചികിത്സകളും എല്ലാം തന്നെ നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. വരൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലോപ്പതി ഹോസ്പിറ്റലിൽ കാണുന്നത് പോലെയുള്ള നിരവധി സ്പെഷ്യാലിറ്റി ഡോക്ടർമാരാണ് ഈ ബോർഡിൽ കാണാൻ കഴിയുന്നത്. ന്യൂറോ ആൻഡ് സ്പൈൻ ഡോക്ടർമാരുണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, ENT ഉണ്ട്, അതോടൊപ്പം തന്നെ മാനസികാരോഗ്യ വിഭാഗത്തിലെ ഡോക്ടർമാരുണ്ട്. ഇങ്ങനെ നിരവധി ആയുർവേദ MD ഡോക്ടർമാരാണ് ഇവിടെയുള്ളത്. അത് തന്നെയാണ് ഈ എദിനി ആയുർവേദ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയും. ഇനി ഇതിൽ വരുന്ന ചികിത്സാ രീതികൾ, ചികിത്സകൾ, അതോടൊപ്പം തന്നെ ഈ ചികിത്സ നടത്തിയവർക്കുള്ള അതിന്റെ റിസൾട്ടുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് നേരിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം. വരും. എല്ലാ വിഭാഗവുമായിട്ടൊന്ന് സംസാരിക്കാം. ഇവിടെയാണ് നമ്മുടെ ന്യൂറോ ആൻഡ് സ്പൈൻ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ മുഹമ്മദ് മിർദാസ് എന്നവരുടെ പരിശോധന നടക്കുന്നത്. ഇവിടെ വരുന്ന കേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്ന് തളർന്നു പോയവർ, അതോടൊപ്പം തന്നെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ, കാലുവേദന, കഴുത്തുവേദന തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളുമായിട്ട് വരുന്ന നിരവധി പേരാണ് ഇദ്ദേഹത്തിന്റെ ചികിത്സയിലുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ ആയുർവേദവും ഫിസിയോതെറാപ്പിയും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ചികിത്സാ രീതിയാണ് ഇവിടെ തുടർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്നത് നൂതന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഏറ്റവും മികച്ച ഫിസിയോതെറാപ്പി ചികിത്സ എന്നതാണ്. ഇതാണ് നമ്മുടെ അഖില. ഇവിടുത്തെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ എല്ലാ ചികിത്സകളും നടന്നു വരുന്നത്. ഇതിനെക്കുറിച്ച്, ഇവിടുത്തെ ചികിത്സകളെ കുറിച്ച് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ ചികിത്സ നടത്തി വരുന്നത് പ്രധാനമായിട്ടും ഓർത്തോ ന്യൂറോ കേസുകളാണ്. ഓർത്തോ ന്യൂറോ കേസ് മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മുടെ പ്രായാധിക്യം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്കും അതേപോലെ കുട്ടികളിൽ കണ്ടുവരുന്ന വൈകല്യങ്ങൾക്കും ചികിത്സ ലഭ്യമാണ്. ന്യൂറോ കേസുകൾ പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്, അതേപോലെ പാർക്കിൻസോണിസം, MND, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നീ അസുഖങ്ങൾക്കും മികച്ച രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ലഭ്യമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മരുന്നുകളാണ്. ഇവിടുത്തെ മരുന്നുകൾ എന്ന് പറയുന്നത് ഒരു 90% മരുന്നുകളും ഇവിടെ തന്നെ ഇവിടുത്തെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന മെഡിസിനാണ് ഇവിടെ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, തൈലങ്ങൾ, അതോടൊപ്പം തന്നെ പൗഡറുകൾ, ചികിത്സയ്ക്ക് വേണ്ട പൗഡറുകൾ, ഇതെല്ലാം തന്നെ ഇവിടുത്തെ ഫാക്ടറിയിൽ തന്നെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എദിനിയിലുള്ള രോഗികളുടെ വിശ്വാസം കൂടുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ ഏറ്റവും ആകർഷകമായിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് സ്കിൻ ആൻഡ് ഹെയർ ചികിത്സാ വിഭാഗം. നമുക്കൊന്ന് മൊഞ്ചു കൂട്ടാം. വരൂ. ഡോക്ടർ, ഇവിടുത്തെ സൗന്ദര്യ ചികിത്സകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓരോ പേഷ്യൻസിൻ്റെയും കണ്ടീഷൻസിനനുസരിച്ച് അവരുടെ സ്കിന്നും ഹെയറും അനലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് അനുയോജ്യമായ ആയുർവേദ ചികിത്സാ രീതിയെ മോഡേൺ എക്യുപ്മെന്റ്സുമായി കമ്പൈൻ ചെയ്താണ് നമ്മളിവിടെ മെയിൻലി ട്രീറ്റ്മെന്റ് കൊടുത്തു വരുന്നത്. മറ്റൊരു സവിശേഷതയാണ് ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള തൈലങ്ങൾ, ചൂർണങ്ങൾ തുടങ്ങിയവ ഇവിടെ തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവിടെ തൈലമാണ്, മുറിവെണ്ണയാണ് ഇവിടുത്തെ കൊടുക്കുന്നത്. 7 ദിവസത്തെ ഒരു പ്രോസസ്സാണ് ഇത്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, വെറ്റില, ചെറിയുള്ളി, ശതാവരി, മുരിങ്ങയില തുടങ്ങിയ നിരവധി ആയുർവേദ മെഡിസിനുകൾ ചേർത്തതാണ് ഈ മുറിവെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 7 ദിവസമാണ്, ഇതിപ്പോൾ 2ാമത്തെ ദിവസമായിട്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടേ? അതിനുവേണ്ടി നമുക്ക് ഇവിടുത്തെ ക്യാൻറ്റീനുകളെല്ലാം ഒന്ന് പരിചയപ്പെടാം. വരും. ഇതാണ് നമ്മുടെ ക്യാൻറ്റീന്. നമ്മുടെ രോഗികൾക്ക് മരുന്ന് പോലെ തന്നെ ഏറ്റവും നിർബന്ധമായ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഭക്ഷണം എന്നത്. ഏറ്റവും മികച്ച ഒരു ഹോംലി ഫുഡാണ് ഇവിടെ നൽകുന്നത്. നമ്മുടെ ഈ ക്യാൻറ്റീൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് കാണാം. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, കഴിക്കുന്നത്, ഇവിടുത്തെ വൃത്തി എല്ലാം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. വരും. നല്ല ഹോംലി ഫുഡാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വെജുണ്ട്, നോൺ വെജ് ഉണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഡയറ്റ് ഫുഡുകളാണ്. ഇവിടെ ഞാനിന്ന് തിരഞ്ഞെടുത്തത് ഇവിടെ മന്തി റൈസ് ഉണ്ട്, കൽഫാം ഉണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഇത് തീർത്തതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം.
നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റിയ നിരവധി റൂമുകൾ ഉണ്ട് എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രീമിയം റൂം എന്നത്. സാധാരണക്കാർക്ക് വേണ്ടി വാർഡുകളുണ്ട്, സ്റ്റാൻഡേർഡ് റൂമുകളുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഡീലക്സ് റൂമുകളുണ്ട്, സ്യൂട്ട് റൂമുകളുണ്ട്, വില്ലകളുണ്ട്, മറ്റിതുപോലുള്ള പ്രീമിയം റൂമുകളും. ഏത് വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റിയ താമസ സൗകര്യം ഉണ്ട് എന്നത് തന്നെയാണ് എദ്നിയുടെ മറ്റൊരു പ്രത്യേകത എന്നത്. ഉയിച്ചിൽ, സ്റ്റീം, ധാര, കീ തുടങ്ങിയ ആയുർവേദ ചികിത്സകളെല്ലാം തന്നെ ഇത്തരം ചികിത്സാ മുറികളിൽ നിന്നാണ് നടക്കുന്നത്. ഇതുപോലുള്ള നിരവധി ചികിത്സാ റൂമുകളാണ് ഈ ഹോസ്പിറ്റലിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം നിരവധി രോഗികൾക്കും ചികിത്സ നടത്താൻ കഴിയുന്നു എന്നതുകൂടി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. നിരവധി സവിശേഷതകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെട്ടത്. ഇനിയും ഒരുപാട് പരിചയപ്പെടുത്താനുണ്ട്. വീഡിയോയുടെ വലിപ്പം കാരണം നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഈ താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഹോസ്പിറ്റലുമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.